ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. ഇന്നത്തെ പടമാണ് ഡെയ്സറ. മൂവിയെ കുറിച്ച് പറയാനാണെങ്കിൽ വളരെ ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ് ഡെയ്സറ. ഡയറക്ടഡ് ബൈ രാഹുൽ സദാശിവൻ. പുള്ളി ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള മൂവിയാണ് ഭ്രമയുഗം. അതിനു മുമ്പ് പുള്ളി ഭൂതകാലം എന്നുള്ളൊരു മൂവി ചെയ്തിട്ടുണ്ട്. ഓൾസോ പുള്ളി ഡെബ്യൂ ചെയ്തത് റെഡ് റെയിൻ എന്ന് പറഞ്ഞ മൂവി വെച്ചിട്ടാണ്. Now what Rahul Sadashivan is doing is he is rethinking and relaunching the horror movie genre in Mollywood. ഈ മൂവി തുടങ്ങുമ്പോൾ തന്നെ ഈ മൂവിയുടെ ഒരു ഈറി സസ്പീഷ്യസ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്നും രാഹുൽ സദാശിവൻ ജനറേറ്റ് ചെയ്യുന്ന കുറെ സ്റ്റാറ്റിക് ഷോട്ട്സും കാര്യങ്ങളുണ്ട് എന്താ പറയാ ടു ജനറേറ്റ് ദാറ്റ് ഫിയർ ഇൻ അസ്. മൂവി റിലേ ചെയ്യുന്നത് ജംപ് സ്കെയർസിലാണെങ്കിലും അത്യാവശ്യം നല്ല ബ്രില്യൻ്റ് ആയിട്ട് തന്നെയാണ് ഈ മൂവിയുടെ ജംപ് സ്കെയർസ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അത് വേറെ എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് എടുത്തു പറയേണ്ട ഒരാളാണ് പ്രണവ് മോഹൻലാൽ. പ്രണവ് മോഹൻലാലിന്റെ ദാറ്റ് ആക്ടിങ് റേഞ്ച് അത്യാവശ്യം നല്ല രീതിയിൽ ഈ മൂവിയിൽ മാറിയിട്ടുണ്ട്. ഈസ് പ്ലേയിങ് ഇതിൻ്റെ പുള്ളി പ്ലേ ചെയ്യുന്നത് ഒരു സ്പോയിൽഡ് റിച്ച് ബ്രാറ്റ് ആയിട്ടാണ്. അതുപോലെ അത്യാവശ്യം നല്ല രീതിയിലാണ് ഇതിൻ്റെ അത് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. ഓൾസോ ആ ഒരു ഫിയർ എന്നുള്ള ഇമോഷൻ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അത് നല്ല രീതിയിൽ പ്രണവ് മോഹൻലാൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അത് ഓൾസോ സപ്പോർട്ടിങ്ങിൽ ജിബിൻ ഗോപിനാഥ് വരുന്നുണ്ട്. ഓൾസോ എസ് കുഞ്ഞമ്മ. ആൻഡ് ഓൾസോ ഇതിൻ്റെ അകത്ത് പിന്നെ എടുത്തു പറയേണ്ടത് ഈ ഫിലിമിന്റെ മ്യൂസിക് ആണ്, ഹാൻഡിൽഡ് ബൈ ക്രിസ്റ്റോ സേവിയർ. ഇതിന്റെ പ്രീവിയസ് ഭ്രമയുഗത്തിലും ക്രിസ്റ്റോ സേവിയർ തന്നെയാണ് ഈ മൂവി ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു കുറെ കാര്യങ്ങളുടെ ബ്ലെൻഡ് ആണ് ആക്ച്വലി ഈ മൂവിനെ ഒരു എക്സ്പീരിയൻസ് ആക്കി മാറ്റുന്നത്. ഇന്റർവെൽ പഞ്ച് വരെ നല്ല ഹൈ ആയിട്ട് തന്നെയാണ് ഈ മൂവി പോയത്. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ മാത്രം എനിക്ക് കുറച്ച് വീക്ക്നെസ് തോന്നി, ബട്ട് ഡസൻ സ്പോയിൽ ദ ഹോൾ എക്സ്പീരിയൻസ്. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ടുവേർഡ്സ് ദ ക്ലൈമാക്സ് മാത്രം എനിക്ക് ചെറിയൊരു റഷ്ഡ് അപ്പ് ഫീലിംഗ് തോന്നി. ബട്ട് ഓവറോൾ ദിസ് മൂവി ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓൾസോ ദിസ് മൂവി ഇസ് ലൈക്ക് എൻ എക്സ്പീരിയൻസ്. അത് നിങ്ങൾ നല്ലൊരു ഡോൾബി അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു തിയേറ്ററിൽ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. സോ ദാറ്റ്സ് ഡെയ്സറ ഫോർ യു. ടേക്ക് കെയർ.